ചർച്ച ചെയ്യുന്നത് ഒരു ഹണി റോസിനെയും ബോച്ചയും കുറിച്ചാണെങ്കിൽ നമ്മൾ കാണാത്ത ഒരു വിഷ്വൽ സ്പേസിലും ചർച്ചയ്ക്ക് പോലും വരാൻ കേൾപ്പില്ലാതെ പോയ 1000 ഹണി റോസുമാരുടെയും അധമന്മാരായിട്ടുള്ള 1000 ബോച്ചമാരുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 2025 നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണമെന്നാണ് രാഹുൽ ഈശ്വർ വാദിക്കുന്നതെങ്കിൽ അതിനെ പല്ലും സ്ത്രീ സമൂഹം തയ്യാറാകണം, തെരുവിലേക്ക് ഇറങ്ങണം. വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ ആ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാം ഉണ്ടായതാണോ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ? ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കോടതി അനുകൂലിച്ചാണെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ? ആ മനുഷ്യൻ, അതായത് ജാതിഭേദം അതാ രാഷ്ട്രീയ ഭേദം കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു? എന്താ കാര്യം? ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട. ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം. പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം. റൈറ്റ് കൺസർവേറ്റീവ് പറയുന്നത് നമുക്ക് സമത്വം വേണം, നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം വേണം. ആലോചിക്കുക, ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ കഴിയാതെ ഈ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി കിട്ടും നമുക്ക് കരുതാൻ കഴിയുമോ? ഒരു സ്ത്രീയായ സരിത, തെറ്റുകാരിയായ സരിത വ്യാജ പരാതി കൊടുത്ത ഒരു പരാതി എടുക്കണമെന്ന് പറയാൻ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി വിഷയത്തെ കൈകാര്യം ചെയ്തത്